സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. സ്നേഹം നിറഞ്ഞ ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ്, നല്ലൊരു വൈദികനെയാണ്, മനുഷ്യസ്നേഹിയാണ് ഇന്ന് പുറപ്പാടിലൂടെ നമ്മൾ പരിചയപ്പെടുക. സ്നേഹത്തോടെ അച്ഛന് സ്വാഗതം. സന്തോഷം. അച്ഛാ, ഒത്തിരിയേറെ ഇൻ്റർവ്യൂകളിലൊക്കെ മനുഷ്യന് അച്ഛൻ്റെ ജീവിതവും അനുഭവങ്ങളും ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ അതിൽ നിന്ന് ഇച്ചിരി കൂടെ വ്യത്യസ്തമായി അച്ഛൻ്റെ ബാല്യം, അച്ഛനൊരു വൈദികനാകാനുള്ള ഉണ്ടായ ആഗ്രഹം, പേരൻസ്, അതെല്ലാം ഒന്ന് ഈ ജനങ്ങളോടൊന്ന് പറയൂ. ഒരു 56 വർഷം മുമ്പത്തേക്ക് പോകാമെന്നുള്ളതാണ്. അതെ, പോകാം. ജീവിതത്തിൽ എങ്ങനെയാണ് ഈ 56 വർഷത്തേക്ക് തിരിച്ചു പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത. പക്ഷെ അത് തന്നെ ഞാൻ ആലോചിക്കുക, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോയി നമ്മുടെ ജീവിതത്തെ ഓർക്കാനുള്ള കഴിവ് പോലും ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. വേറെ ഒരു ഈ ലോകത്തിൽ മനുഷ്യനൊഴിച്ച് വേറെ ആർക്കും അവൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ആ ചോദ്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. മനുഷ്യന് മാത്രമാണ് അവൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുക. കുറച്ച് കാലം അങ്ങ് അറ്റം ചെയ്ത് നമുക്കൊക്കെ ഒന്നും അറിയില്ല. പക്ഷെ ആ ഒന്നറിയാത്ത കാലത്തെക്കുറിച്ച് നമുക്ക് വല്ല സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഇറ്റ് ഈസ് എ റിയാലിറ്റി. ഇതുപോലെയാണ് നമ്മൾ മരണത്തിന് ശേഷം ഉള്ള നമ്മുടെ കാലവും. നമുക്കറിയില്ലെങ്കിലും ഇറ്റ് ഈസ് എ റിയാലിറ്റി. അപ്പോൾ ഇപ്പം എന്നോട് ചോദിച്ചത് എൻ്റെ ജനനം തൊട്ടുള്ള കാര്യങ്ങൾ. കൊച്ചുനാളിൽ എൻ്റെ മാതാപിതാക്കൾ ഒത്തുള്ള എൻ്റെ ബാല്യം ഓർക്കുമ്പോൾ അപ്പൻ ഒരു 10-30 രൂപയുടെ ഒരു ശമ്പളത്തിൽ ഒരു സ്വർണ്ണക്കടയിൽ ശമ്പളക്കാരനായിട്ട് നിൽക്കുന്നു. വേറെ ഒന്നുമില്ല. പണ്ട് കാലത്ത് എല്ലാവരുടെയും ജീവിതങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ വീട്ടിലെ അമ്മാമ്മ അപ്പുറത്തെ കടകളിലൊക്കെ പോയി കൊണ്ടുവന്ന് ഈ പുളിയൊക്കെ കൊണ്ടുവരും. ഈ കോൽപ്പുളി കൊണ്ടുവന്ന് അതിൻ്റെ കുരുവൊക്കെ കുത്തിക്കളഞ്ഞ് അത് തിരിച്ചു കൊണ്ടു കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ ഈ ഞാൻ എൻ്റെ പുസ്തകത്തിലൊക്കെ അത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഓർക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിലാണ് ദൈവം നമ്മളെ രൂപപ്പെടുത്തിയത്. ഈ ശർക്കരയൊക്കെ വരുന്ന വലിയ ചാക്കുകളുണ്ട്. അതിൽ ശർക്കരയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ശർക്കര കുറച്ച് അതിൽ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ആ ശർക്കരയുടെ ആ ചാക്ക് വാങ്ങിച്ചുകൊണ്ടിരും. അതിൽ ഈ പനമ്പുണ്ട്, പനമ്പ്. അപ്പോൾ ഈ പനമ്പുകളൊക്കെ അഴിച്ചെടുത്തിട്ട് അതുകൊണ്ട് നമ്മൾ തടുക്കുണ്ടാക്കും. അതിലാണ് നമ്മൾ ഇരിക്കുക, പ്രാർത്ഥന എത്തിക്കാനൊക്കെ ഇരിക്കുക. അപ്പോൾ ഈ തടുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പനമ്പ് വാങ്ങിക്കുമ്പോൾ ആ പനമ്പുമ്പോൾ കുറച്ച് ശർക്കരയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ വടിച്ചെടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ അന്ന് കാപ്പി കുടിക്കാനായിട്ട്. ഞാനീ പറയുന്നത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവികരുടെ ചരിത്രങ്ങൾ, എൻ്റെയല്ല, എല്ലാ മനുഷ്യരുടെ ചരിത്രം എങ്ങനെയാണ്, ആ ചരിത്രം നമുക്ക് അത്യാവശ്യമാണ്. ആദിമ ക്രൈസ്തവ മാതാപിതാക്കളുടെ ചരിത്രമാണ്, ആ പണ്ട് കാലത്തെ അവരുടെ ഞെരുക്കമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ സൗഭാഗ്യം. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഞെരുങ്ങിയാലേ മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുള്ളൂ. ഇന്നത് ഒരു പക്ഷേ മറന്നു പോവുകയല്ലേ അച്ഛാ? കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ യൂത്തിന് വേണ്ടിയൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ അവർ മാതാപിതാക്കന്മാരുടെ ജീവിതം, ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മുടെ ഒരു ചെറുപ്പം എല്ലാവരും വളരെ, ഞങ്ങളുടെ നാടാണെങ്കിലും കൃഷിക്കാരാണ്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെയൊക്കെ ഒന്ന് വളർത്തി ഒന്ന് ഭക്ഷണമൊന്നും എത്തിക്കാൻ അവർ വിഷമിക്കുക. അപ്പോൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊരു സ്റ്റോറി പോലെ, അവർക്കത് ഉൾക്കൊള്ളാനോ ഇഷ്ടപ്പെടാനോ ആഗ്രഹം പോലുമില്ല. അവർക്കത് കേൾക്കാനും ഇഷ്ടമില്ല. ആ ചരിത്രം ഉൾക്കൊള്ളാത്ത, ആ ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ അവിടെ ദൈവം നമ്മളെ നടത്തിയ വഴി കേൾക്കാത്തതല്ലേ ഒരു പക്ഷേ അഹങ്കാരത്തിൻ്റെ ഒരു മേഖലയിലേക്ക് ഇന്നത്തെ തലമുറ പോകാനൊരു കാരണം. ഈ പ്രോഗ്രാം തന്നെ പുറപ്പാടാണ്. പുറപ്പാട് എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാടാണ്. നാം മനസ്സിലാക്കണം, ആ കഷ്ടപ്പാടുകളുടെ നാളിലാണ് ദൈവത്തിൻ്റെ സ്നേഹവും പരിപാലനയും ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആ മരുഭൂമിയുടെ യാത്രയിലാണ്. കാനാൻ ദേശത്ത് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കൊക്കെ അറിയാം. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ ഒരു ഈജിപ്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ കാലം നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ നാം ജീവിതത്തിൽ സങ്കീർത്തനം പറഞ്ഞ പോലെ നമ്മൾ അഹങ്കരിച്ചു പോകും. കൂടുതൽ എന്തൊക്കെ ഉണ്ടാവണം അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഞാനിപ്പോൾ അടുത്ത കാലത്ത് കൂടുതൽ സമ്പത്ത് ഉണ്ടായാൽ അപകടമാണ് നമുക്ക്, കൂടുതൽ ദാരിദ്ര്യം ഉണ്ടായാലും അപകടമാണ് നമുക്ക്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ജീവിതം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല.
അടുത്ത കാലത്തൊരു ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ മക്കൾക്ക് വേണ്ടി ഒരു സ്വത്തൊന്നും ഉണ്ടാക്കി വയ്ക്കണില്ല. എന്താണ് അങ്ങനെ പറയണതെന്നറിയാം. അച്ഛൻ നമ്മുടെ ആ പോളേട്ടൻ്റെ വീട്ടിലത്തെ സ്ഥിതി അറിയാം. എന്താ പ്രശ്നം? പോളേട്ടൻ 4 മക്കൾക്ക് 2-3 കോടി രൂപ ഇതാണ് വീതം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം പോളേട്ടൻ നോക്കാൻ ആരുമില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പിള്ളേർക്കൊന്നും കാശ് ഉണ്ടാക്കി വെക്കില്ല അച്ഛാ, അവരുടെ കാശൊക്കെ അവരുണ്ടാക്കണം. അച്ഛൻ്റെ ഒരു വാക്ക് ഞാനിപ്പോൾ കടമെടുക്കുകയാണ്. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടു ഈയിടെ, കിട്ടും തോറും അത് ശേഖരിക്കുന്ന ഒരു ഭാരമായി പിന്നീട് മാറും. തീർച്ചയായിട്ടും നമ്മൾ ഒന്നും മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു കാണിച്ചെന്ന മാർഗം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിലെ കുഷ്ഠരോഗിയുടെ ജാതീയത, നല്ല കള്ളൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ, ബറാബാസിൻ്റെ ബാക്ക് ഹിസ്റ്ററി എന്താ, ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതൊക്കെ നമ്മൾ ഒരാളുടെ ബാക്ക് ഹിസ്റ്ററി അന്വേഷിക്കണം. ഇവൻ ആരായിരുന്നു, ഇവൻ പണ്ട് കാലം, ഇതല്ലല്ലോ കർത്താവ് ചോദിക്കുന്നത്. ഇന്ന് നീ ജീവിക്കുക. അവൻ്റെ പഴയ ജീവിതങ്ങളെ ആലോചിച്ചിട്ട് അവൻ്റെ തെറ്റുകൾ കുറ്റങ്ങൾ കണ്ടെത്താനല്ല, നിന്റെ ജീവിതത്തിൽ ആ കഷ്ടപ്പാടുകൾ വേദനയുടെ വഴിയിലൂടെ കടന്നു വന്നൊരു മനുഷ്യനെ അവനെ കൈപ്പിടിച്ച് കാനാൻ ദേശത്തേക്ക് ജീവിതത്തിലേക്ക് നയിക്കും. ഈ ജീവിതം തന്നെ ഒരു പുറപ്പാടാണ്. എവിടേക്ക്? ദൈവസന്നിധിയിലേക്കുള്ള പുറപ്പാടാണ്. അപ്പം എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത്, അന്ന് കാലത്ത് ആ ഉണ്ടായിരുന്ന നമുക്കൊരു ട്രൗസറൊക്കെ കിട്ടുന്നത് അടുത്ത പെരുന്നാൾക്കാണ്. ട്രൗസറിൻ്റെ മൂടൊക്കെ ഒരഞ്ഞ് പൊട്ടണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മകളുടെ ഞാൻ എന്നോട് നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കുന്നു. നിങ്ങളുടെ ഒരു കല്യാണത്തിന് മകൾക്ക് കൊടുക്കുന്ന ഡ്രസ്സിൻ്റെ വില എത്രയാണ്? 5, 10, 15 ലക്ഷം രൂപ വരെ ഒരു കല്യാണത്തിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് അന്ന് മാത്രമേ അത് ഉപയോഗിക്കണുള്ളൂ, പിന്നെ അത് അവൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ അപ്പനായിരുന്നെങ്കിൽ എൻ്റെ അപ്പൻ സമ്മതിക്കോ, ഡാ എന്താ കാണിക്കടാന്ന് നോക്കിയത്, ഇത് വെറുതെ കിട്ടുന്ന കാശാണോ എന്ന് ചോദിക്കില്ലേ? അത് പറഞ്ഞപ്പോൾ അപ്പനെ പറ്റി, ഇങ്ങനെ ഒരു അച്ഛനെ സഭയ്ക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ആ മാതാപിതാക്കന്മാരുടെ സുഹൃതമാണെന്നും കൂടെ ഞാൻ വിശ്വസിക്കുകയാണ്. ആ സഭയോടുള്ള അവരുടെ സ്നേഹമാകാം, അത് അവരെ പറ്റി എന്ന് പറയാം. എൻ്റെ അപ്പനും അമ്മയെന്ന് പറയുന്നത്, അവർ കാലത്ത് എഴുന്നേറ്റാൽ ആദ്യം അവർ പള്ളിയിൽ പോയിട്ട് കുർബാനയിൽ പങ്കെടുക്കാത്തൊരു സംഭവം, അതൊരു നാച്ചുറൽ റൊട്ടീനാണത്. ഞങ്ങൾക്ക് അപ്പൻ മണിയെ ഫസ്റ്റ് മണിയടിക്കുമ്പോൾ എഴുന്നേൽക്കും. എഴുന്നേറ്റ വശം തന്നെ നമ്മുടെ കാലുകൊണ്ട് ഒരു തട്ട് തട്ടും, കിടക്കണം അല്ല എനിക്കാനായിട്ട്. അപ്പം നമ്മൾ ഒന്ന് സൈഡ് ചിരിഞ്ഞ് സൈഡായി വീണ്ടും സെറ്റ് ചെയ്ത് അവിടെ കിടക്കും. പിന്നെ കഴിഞ്ഞാൽ അപ്പൻ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിടത്ത് മുഖം കഴുകി വരുമ്പോൾ വെള്ളം ഉണ്ടാവും, വെള്ളം മേത്തേന് തെളിക്കും, അന്നോളം തെളിക്കണ പോലെ. അതായത് 2ാമത്തെ വാണിങ്ങാണത്. എന്നിട്ട് പോണ നേരത്ത് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ നല്ലൊരു പെടപെടച്ചിട്ട് പോകും. അതിൻ്റെ അർത്ഥം ഇനി നിനക്ക് ഇല്ല, പള്ളിയിൽ ഇനി കണ്ടാൽ മതി. അങ്ങനെയായിരുന്നു അപ്പൻ. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ വലിയ ക്വാളിറ്റി മഹത്തായിട്ടൊന്നും പറയല്ല, ഞാൻ എന്നോട് ചോദിച്ചുകൊണ്ട് പറയുകയാണ്. അമ്മ ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് പോരുന്ന ആളായിരുന്നു. അപ്പോൾ കപ്പ്യാർ പറയും, ചെടുത്തി ഒന്ന് പോകണം, എനിക്ക് വാതിലടയ്ക്കണം പള്ളി. എന്നിട്ട് ഏറ്റവും അവസാനമാണ് അമ്മ പള്ളിയിൽ നിന്ന് വരിക. അമ്മയ്ക്ക് TB ഒക്കെ ഉണ്ടായിരുന്നു. TB ഒക്കെ ഉണ്ടായിട്ട് 3 മക്കൾക്ക് ജന്മം കൊടുത്തിട്ട് 6, 7, 8 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടായതാണ് ഞാൻ. മനസ്സിലായ? അപ്പോൾ TB ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടായ പുത്രനാണ് ഞാൻ. പിന്നീട് എൻ്റെ താഴെ ഒരു അനിയത്തി, ഒരു അനിയനുണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു സ്പെഷ്യൽ ജീവിതം ഒന്നല്ലട്ടാ. നിങ്ങൾ വിചാരിക്കും അച്ഛന്, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇതുപോലെയുള്ള ജീവിതത്തിൻ്റെ വഴിയൂടെ കടന്നു. ദൈവസന്നിധിയെ അത്രയേറെ സ്നേഹിച്ചൊരു അമ്മയായിരുന്നല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയുടെ പ്രത്യേകത പറയാൻ വേണ്ടി ഞാൻ പറയണതൊന്നുമല്ല. നിങ്ങളുടെയൊക്കെ അമ്മമാരൊക്കെ വിലപ്പെട്ടതാണ്. അമ്മമാരെന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ മനസ്സ്, ശരീരം, അവരുടെ കണ്ണീര്, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ എല്ലാം സമർപ്പിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാവുന്നത്. വെറുതെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ആ അമ്മയ്ക്ക് മുഴുവൻ നമുക്ക് തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. അതെൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കണം. അവർക്ക് കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് കൊടുത്ത പോലെ ആയിട്ട് നീ ഇവിടേക്ക് കൊടുക്കുക. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ കാലഘട്ടം. അതിനുശേഷം എൻ്റെ മൂത്ത ചേച്ചി സിസ്റ്ററാവാൻ പോയി. ചേച്ചി ക്ലൂണി കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. അത് കഴിഞ്ഞ് 2ാമത്തെ ചേച്ചി സിസ്റ്ററാവാൻ പോയി. ആൾ മദർ തെരേസയുടെ കോൺഗ്രിഗേഷനിൽ ഇപ്പോൾ ആസാമിലുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പിന്നീട് ഞാനാണ്. അപ്പം എൻ്റെ ചേട്ടന് ശേഷം 2 പേര് പോയി, പിന്നെ ഞാനാണ്. അപ്പം എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് അന്ന് തോമസ് പാറക്കാടൻ അച്ഛനാണ് എൻ്റെ വിചാരിച്ചത്. അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിനാരിയിൽ ഈ ക്യാമ്പ് വന്നു കഴിഞ്ഞാൽ ഇടവപ്പള്ളിയിലത്തെ എല്ലാ പിള്ളേരും പോയിരിക്കണം. അപ്പം എല്ലാവരും പറഞ്ഞു വിട്ടു. അതിൽ ഞങ്ങൾ എല്ലാവരും പോയി. ഞങ്ങൾ 3 പേര് അവിടെ സെമിനാരിൽ ചേർന്നു, 4 പേര് ചേർന്നു. പിന്നെ അവിടെ ഞങ്ങളുടെ പഠനമായി. പിന്നെ അതിൽ 3 പേര് അച്ഛന്മാരായി. ഇപ്പം ഞങ്ങൾ 3 പേരുണ്ട്. ഒന്ന് ഇപ്പോൾ തൃശ്ശൂർ രൂപതയുടെ ജനറാളച്ഛനാണ് ജോർജ് കോമ്പാറ. മറ്റൊരാൾ പോളി നീലങ്കാവിൽ ഇപ്പോൾ ഒരു ഫോറനപ്പള്ളിയിലുണ്ട്.
ഞാനിങ്ങനെ ഈ കിഡ്നിയുടെ കാര്യമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ കാര്യങ്ങളാണ് നിയോഗിച്ചിട്ടുള്ളത്. സൂര്യകാന്തി പൂവുണ്ട്, കാശുതുമ്പ പൂവുണ്ട്, റോസാപ്പൂവുണ്ട്, ഒക്കെയും പൂവാണ്. അല്ലാതെ ഓരോരുത്തരും ചെയ്യുന്നത് അതിന് വേണ്ടി ദൈവം നിശ്ചയിച്ചില്ല. അത് നമ്മൾ ചെയ്താൽ മതി നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ഈ കിഡ്നി, ഇതിനു മുമ്പ് ഞാൻ ഈ കിഡ്നിയെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അതെങ്ങനെയാണ് അച്ഛന് ചിന്തിക്കാനുണ്ടായ ഒരു കാരണം? അതായത് നമ്മൾക്ക് ഓരോ സാഹചര്യങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ടല്ല. എങ്ങനെയാണ് ഷാലോം TV ഉണ്ടായത്? അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. അതുപോലെ എല്ലാത്തിനും ഓരോ നിയോഗങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. വെറുതെ ഒന്നും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. നത്തിങ്. എല്ലാം ദൈവത്തിനൊരു നിയോഗത്തോട് കൂടിയിട്ടാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ നിയോഗം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് അതുണ്ടാവാൻ ഇതുണ്ടാവാൻ അല്ല. ദൈവത്തിൻ്റെ നിയോഗം എന്ത് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതുവഴി അപരർക്ക് നന്മയുണ്ടാകാനാണ്. എൻ്റെ അമ്മേനെ സൃഷ്ടിച്ചത് എനിക്ക് ജന്മം കൊടുക്കാനാണ്. അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അമ്മ ജനിച്ചപ്പോൾ ഡേവിഡ് സർമലച്ച ജന്മം കൊടുക്കാനാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അമ്മയ്ക്കൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ജനിച്ച്, അത് ദൈവത്തിന് അറിയണോ? അമ്മയ്ക്ക് അറിയുമായിരുന്നോ ഡേവിഡ് സർമലച്ചൻ എൻ്റെ വയറ്റിൽ ജനിച്ചിട്ടുണ്ടെന്ന്? അറിയില്ല. അപ്പം അതുപോലെ എനിക്കൊന്നും അറിയില്ല ഞാൻ ചെയ്യണത് എന്താണെന്നുള്ളത്. ദൈവം എന്നെ ഏൽപ്പിക്കണ കാര്യം ഞാനത് ചെയ്യാം, അത്ര വേണ്ടു. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് വെരി സിമ്പിളായിട്ട് കാണണമെന്ന് ഞാൻ പറയാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആൾക്ക് അയ്യോ ആ കഴിവ്, ഈ കഴിവ് ഇവർക്ക് കഴിവുണ്ടെങ്കിൽ അതിന് നല്ല കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുക, ദൈവത്തിന് നന്ദി പറയാം. എനിക്കാ കഴിവില്ലല്ലോ, വേണ്ട, നിനക്കാ കഴിവ് വേണ്ട. അതിനെക്കുറിച്ച് ഇന്ന് മനുഷ്യരുടെ ചിന്തകൾ അതിനെ പോലെയാവണം, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയപ്പോൾ അടുത്ത കാലത്ത് പറഞ്ഞു, എല്ലാവരും ക്രിക്കറ്റ് കളി എന്നെ പഠിക്കരുത്, പിന്നെ ഫുട്ബോൾ കളിക്കാൻ ആളുണ്ടാവില്ല. പിന്നെ എല്ലാവരും ക്രിക്കറ്റ് എനിക്ക് എന്നെ ബാറ്റ് ചെയ്യണം. എടോ, കുറച്ച് ആൾക്കാർ കാണികളായിട്ട് ഗാലറിയിൽ ഇരിക്കണ്ടേ? അപ്പം അതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് ഓരോരുത്തർക്ക് ദൈവം അതന്വേഷിക്കുക. അതല്ലേ നമ്മൾ ആത്മീയ. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് എൻ്റെ ക്ഷേമം മാത്രമല്ല, അപരരുടെ ക്ഷേമം കൂടിയാണ്. കരുണയുടെ മനോഭാവം അഥവാ ക്രിസ്തു ആഗ്രഹിച്ച മനോഭാവമാണ് അച്ഛനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ മനസ്സ് അതായിരുന്നു. ഈ ലോകത്തിൽ വന്ന് പിറന്നപ്പോൾ പോലും കർത്താവ് കൊട്ടാരത്തിൽ, ഞാൻ ദൈവപുത്രനാണ്, ഏതെങ്കിലും ഒരു കൊട്ടാരം വേണം നമുക്ക്, അല്ലാണ്ട് എനിക്ക് ജീവിത സൗകര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലല്ലോ. ഈജിപ്തിൽ പോകുമ്പോൾ ഔസപിതാവ്, ഈ ക്രിസ്തുവിൻ്റെ ശിഷ്യരെ നമ്മളൊക്കെ, അത് ഫ്രാൻസിസ് അസീസിയാണ് അത് ജീവിച്ചാണ്. ഫ്രാൻസിസ് അസീസി അക്ഷരാർത്ഥത്തിൽ ജീവിച്ചിട്ട് വല്ല നഷ്ടം ഉണ്ടായ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ പറയുന്നത്? എന്തിനാ ഫ്രാൻസിസ് മാർപ്പാപ്പ പേര് പോലും എടുത്തത്? അപ്പം അതുകൊണ്ട് ഞാൻ പറയുക, ക്രൈസ്തവ ആത്മീയതയ്ക്ക് സഹനത്തിൻ്റെ ചൈതന്യം ഉണ്ടാകണം. അത് എന്നാന്ന് വെച്ചാൽ ഈ യുവജനങ്ങളാണെങ്കിൽ തന്നെ നല്ല വിശ്വാസമുള്ള കുട്ടികൾ പോലും പറയുക, പ്രസംഗം ഒരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ സാക്ഷ്യം, അതായത് കരുണയുടെ ഒരു മനോഭാവം പലരിൽ നിന്നും അപ്രത്യക്ഷമാകുന്നുണ്ട്. അവിടെ ഇപ്പോൾ മദർ തെരേസ നമ്മുടെ ഏറ്റവും വലിയ മാതൃക. എന്തുകൊണ്ടാണ് മദറിനെ ആ കൽക്കട്ടയുടെ വിശുദ്ധയായിട്ട് ഈ കരുണയുടെ വർഷം? ഒന്നുമല്ലല്ലോ, ഒരു കാലയിൽ ഒരു ചെരുപ്പ് ഇട്ടാൽ മറ്റൊരു കാലം വേറൊരു ചെരുപ്പായിരുന്നെന്ന് നമ്മൾ പല ഇൻ്റർവ്യൂവിലും കണ്ടിട്ടുണ്ട്. സിമ്പിളാണെന്ന്. മദർ തെരേസയുടെ സൗന്ദര്യമല്ലല്ലോ ശ്രദ്ധിച്ചത്. മദർ തെരേസയുടെ ലൈഫിൽ എന്തുകൊണ്ട് നമുക്ക് ക്രൈസ്തവരായി നമുക്ക് ഈ നമ്മുടെ സൗകര്യങ്ങൾ കൂട്ടുന്നതിനേക്കാൾ അപരരിലേക്ക് എന്തുകൊണ്ട് ഇറങ്ങിക്കൂടാ? അത്രയും മാർപ്പാപ്പ പറയണല്ലോ. വെരി സിമ്പിൾ. പരിശുദ്ധാത്മാവ് നമ്മെ പ്രചോദിപ്പിക്കേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ട് അപരർക്ക് ഈ കർത്താവ് നമുക്ക് എന്ത് തരുന്നുണ്ടോ അതിനൊക്കെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മുടെ മാത്രം ക്ഷേമത്തിനല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, മറ്റുള്ളവരുടെ ക്ഷേമത്തിനാണ്. അപ്പം നമുക്കൊരു ആത്മീയ സന്തോഷം ഉണ്ടാകും. ഇന്ന് ആത്മീയ സന്തോഷമില്ല. ധ്യാനം കൂടുന്നുണ്ട്, രോഗങ്ങൾ മാറുന്നുണ്ട്. രോഗം മാറിയ പോലല്ലോ ഇഷ്ടംപോലെ പണവും സമ്പാദിക്കുന്നുണ്ട്. പണ്ടത്തെ ദാരിദ്ര്യം ഒന്നും ഇന്ന് പലയിടത്തും ഇല്ല. ഞാൻ പറഞ്ഞത് ഇന്ന് ദാരിദ്ര്യമുണ്ട്. ദാരിദ്ര്യം എന്താണ്? സന്തോഷമില്ലെന്ന് മനുഷ്യർക്ക് ആർക്കൊന്നും സന്തോഷമില്ല. കാരണം എന്താ? എല്ലാം ഉണ്ടായിട്ടും നമുക്ക് സന്തോഷമില്ല. ഈ സന്തോഷത്തിന്റെ ഉറവിടം ദൈവമാണല്ലോ. അതല്ലേ നമ്മൾ വായിക്കണത്. സന്തോഷത്തിന്റെ ഉറവിടം ഈ ഭൂമിയിലെ വസ്തുക്കളല്ല, നമ്മൾ ഉറവിടം തെറ്റിയിട്ടാ പോണേ. ബൈബിളിലെ വചനല്ലത്. സന്തോഷത്തിന്റെ ഉറവിടം എന്താ? ബൈബിൾ എന്താ പറയണത്? ദൈവമാണ്. ദൈവം എന്താണ്? ദൈവം സ്നേഹമാണ്. സ്നേഹം എന്താണ്? സ്നേഹം പ്രവൃത്തിയാണ്. പ്രവൃത്തി എന്താണ്? അവരന് ചെയ്തു കൊടുക്കലാണ്. ഇതൊക്കെ പഠിക്കാനായിട്ട് വേറെ വല്ലയിടത്തേക്കും പോകേണ്ട ആവശ്യമില്ല. അച്ഛൻ ആദ്യമായിട്ട് ജീവിതം തന്നെ സാക്ഷ്യമാക്കി മാറ്റി
മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് ഒരു കൈവിട്ട കളിയും കൂടെ ഒരു പക്ഷേ അങ്ങനെ ഒരു മൈൻഡിലേക്ക് വന്ന് അതിനുവേണ്ടി ചിന്തിച്ച് ഏത് കാലഘട്ടത്തിലാണെന്ന് വെച്ചാൽ അത് ഞാൻ വാടാനപ്പള്ളി പള്ളിയിരിക്കുമ്പോൾ ഒരു കിഡ്നി രോഗി അവൻ്റെ ജീവിതത്തിൽ യാതൊരു മാർഗവുമില്ലാതെ ഒരു ഗതിയുമില്ല, അവന് കിഡ്നി ഇല്ല, കാശുമില്ല. അപ്പോൾ ആലോചിച്ചു എൻ്റെ ഭാര്യയും മക്കളൊക്കെ ഇനി ഞാൻ എന്നാ ജീവിതം അവസാനിപ്പിക്കുക. കാരണം അങ്ങനെയാണല്ലോ മനുഷ്യൻ ചിന്തിക്കുക, ഞാൻ ആർക്കും ഭാരാവണ്ട. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ അവനെ രക്ഷിക്കാൻ സുഹൃത്തുക്കൾ അവനെ സഹായിക്കാൻ ഫണ്ട് സ്വരൂപിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഈ വിഷയത്തിൽ അവരെന്നെ അതിൻ്റെ പേട്ടറിനാക്കി മാറ്റിയിട്ട് ഞങ്ങളതിന് പിന്നീട് നോക്കുമ്പോൾ ഈ കാശും കൊണ്ട് അവർ കിഡ്നി വാങ്ങിക്കാൻ പോവാണ്. ആ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു അത് ചെയ്യരുത്, കാരണം ആ കാശും കൂടി പോകും. പിന്നെ അവന് കിഡ്നിയും കിട്ടില്ല, കാശും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പോൾ കിഡ്നി ഇല്ല, അവൻ കിഡ്നി ഇല്ലാന്ന് വെച്ചൊരു സൊല്യൂഷൻ കിഡ്നി വേണം. കിഡ്നി വേണമെന്ന് പറഞ്ഞാൽ കിഡ്നി നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കിഡ്നി ഒരാളുടെ വയറ്റിലുണ്ട്, അതെൻ്റെ വയറ്റിലുണ്ട്. അപ്പം നമ്മളത് കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് നമ്മളോട് പറഞ്ഞത് പാലിക്കാണ്ട് ഞാൻ ഈ പ്രസംഗിച്ച് നടന്നാൽ, ഞാനൊരു അച്ഛനാണ്, നിങ്ങൾ എന്നെ ബഹുമാനിക്കേണ്ടത് ഒരു അച്ഛനായതുകൊണ്ട് മാത്രമല്ലല്ലോ. ഞാൻ നിങ്ങളെ ബഹുമാനിക്കേണ്ടത് നിങ്ങൾ ആരായതുകൊണ്ടാണ്. നിങ്ങളിൽ ദൈവത്തിന്റെ മുഖം കണ്ടിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കേണ്ടതെന്നല്ല പറയണേ. അല്ലാണ്ട് എൻ്റെ അധികാരം കണ്ടിട്ട് എൻ്റെ പൊസിഷൻ കണ്ടിട്ട് അതൊന്നല്ലല്ലോ. മനുഷ്യരെ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്തുകൊണ്ടാണ്? നല്ല ഭംഗിയുണ്ട് കാണാൻട്ടാ, നല്ല കഴിവുണ്ടിട്ടാ, നല്ല സമ്പത്തുണ്ടിട്ടാ, അത് കണ്ടിട്ടല്ലോ സ്നേഹിക്കുന്നത്. ലോകത്തിലെ ഒരു പരിധിവരെ ആൾക്കാർ അങ്ങനെയാ സ്നേഹം. അല്ല, ആ സ്നേഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മദർ തെരേസ സ്നേഹിച്ചപ്പോഴല്ലേ ലോകം പറഞ്ഞത് വിശുദ്ധയാണെന്ന് ജീവിച്ചപ്പോൾ. അതാണ് സ്നേഹത്തോടു കൂടി ജീവിക്കലാണ് വിശുദ്ധ ജീവിതം. അത് നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചുകൊണ്ടൊന്നും സ്വർഗീയ സ്നേഹത്തിലെത്തില്ല. ആദ്യമായിട്ട് ഈ ഓപ്പറേഷന് വേണ്ടി പോയി കിടന്നു അച്ഛന് എന്തെങ്കിലും ഭയം തോന്നിയിരുന്നു? അല്ല, ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്നെ പ്രസവിക്കാൻ പോണ സമയത്ത് വല്ല ഭയം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല പ്രസവിക്കണ്ടേ വേണം, അപ്പോൾ ഭയമുണ്ട, അല്ല പ്രസവിക്കണോ വേണ്ടേ, അല്ല പ്രസവിക്കണം, അപ്പോൾ ഭയം, എടോ പ്രസവിക്കണോ, അല്ല പ്രസവിക്കണം, പിന്നെ തൊട്ട് ഇപ്പം ഭയം എന്ന് ആലോചിക്കണേ. ഞാൻ കിഡ്നീനെ പ്രസവിക്കുകയും ചെയ്തത് ഒരാൾക്ക്. അതായത് എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗം മാംസം എടുത്ത് വേറെ ആൾക്ക് കൊടുക്കണം. എൻ്റെ അമ്മയുടെ ശരീരമായിരുന്നല്ലോ ഞാൻ, അത് മുറിച്ചൊരാൾക്ക് കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് പേടിയുണ്ടോ? പേടിയല്ല. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയമില്ല. അതേതേ ഇപ്പം നമ്മൾ നേഴ്സുമാരൊക്കെ വന്നിട്ട് എന്താ പറയാം, അപ്പോൾ അതെ ഒരു ഇഞ്ചക്ഷൻ കുത്തണിട്ടോ, അപ്പോൾ എന്തിനോട് പറഞ്ഞാൽ അല്ല കുത്തണെന്ത് മനസ്സിലായ, അപ്പോൾ ചെറിയൊരു വേദന എടുക്കും, അപ്പോൾ ഒന്ന് തയ്യാറായിക്കോളാൻ, പിന്നെ നമുക്ക് പേടിയില്ല. അല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒട്ട കുത്തുകുത്തിയ എൻ്റെ അമ്മേ പേടിയാ എനിക്ക്. അതിനുവേണ്ടി ഒരുങ്ങി നമ്മൾ പറഞ്ഞിട്ടാണ് ഇതൊക്കെ കിഡ്നി കൊടുക്കണ്, അപ്പോൾ എടുക്കണ്, അപ്പോൾ മുറിക്കണ്, അപ്പോൾ കുഴപ്പമില്ല, ഞാനതിന് തയ്യാറാണല്ലോ. അതന്നെ എനിക്ക് ചോദ്യം പറയുന്നത്. നിങ്ങൾ കർത്താവിനെ അനുഗമിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് പേടിയുണ്ടാവില്ല. പക്ഷെ നമ്മൾ കർത്താവിനെ അനുഗമിക്കണമെന്ന് പറയുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താനുള്ള വഴികളൊക്കെ നോക്കുകയും ചെയ്യുമ്പോൾ പേടിയുണ്ടാവും. നമ്മൾ പോണ വഴി എന്താണെന്ന് ബോധ്യപ്പെട്ടാൽ. അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് പൗലോസിന്റെ മനോഭാവമാണ്, ജീവിച്ചാൽ ക്രിസ്തു, മരിച്ചാൽ നേട്ടം. അല്ല, നമ്മൾ പൗലോസിലേ പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു അടുത്ത അവസരത്തിൽ കിട്ടാൻ നല്ലതാണ്, നിങ്ങൾ കേൾക്കണം നല്ലത്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒരു സന്യാസിയോട് ചോദിക്കണം, തപസ്സും ധ്യാനമായിട്ടിരിക്കുന്ന ആളോട് ചോദിക്കണം, അല്ലയോ എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമെന്ന് വെച്ച്. ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ എന്താ പ്രശ്നം? അല്ല എനിക്ക് സമാധാനമില്ല. അപ്പോൾ എനിക്ക് സമാധാനം വേണം. എനിക്ക് സമാധാനം വേണം. നിനക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. പറയൂ എന്താണ്? ഞാൻ ചാവണം. അപ്പോൾ പറഞ്ഞു, അയ്യോ നിങ്ങൾ ചാവണ്ട, എനിക്ക് സമാധാനം കണ്ടിട്ട് ഇത്ര വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. എന്ത്? അല്ല നിങ്ങൾ ചാവണം എന്ന് പറഞ്ഞത് അല്ലടോ. നിനക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ ചാവണം എന്ന് പറഞ്ഞാൽ ഈ ഞാനല്ല ചാവേണ്ടത്, നിൻ്റെ ഉള്ളിലൊരു ഞാനുണ്ട്, അത് ചാവണം. അത് നിനക്ക് സമാധാനം കിട്ടില്ല. ഇതാണ് കാര്യം. ഇത് അതന്നെയാ പൗലോസ് പറഞ്ഞത്. ഞാൻ അല്ല, ഇനിമേൽ ക്രിസ്തുവാണ്. അതായത് ഞാൻ ഇല്ല എന്ന് അല്ല എന്ന് പറഞ്ഞത് ഇല്ല എന്നാക്കാലോ. ഞാനില്ല, ക്രിസ്തു ഉണ്ട്. ഇതാണ് സന്തോഷത്തിന്റെ വഴി. ഈ നിമിഷം സന്തോഷത്തോടെ ഞാൻ അഭിമാനത്തോടെ ഓർക്കുക, എൻ്റെ രൂപതയുടെ പിതാവ് മുരിക്കൻ പിതാവും കിഡ്നി ദാനം ചെയ്തു ഈ കുറച്ച് ദിവസം മുമ്പായിരുന്നു. അത് ഈ നിമിഷം സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞതേ, എന്താ നമുക്ക് സന്തോഷത്തോടെ ഇപ്പോൾ ഓർക്കണമെന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും പറഞ്ഞാൽ എന്താ പ്രശ്നം? എല്ലാവരും പറയണില്ല. എല്ലാവരും പറയണത് അല്ല എന്തിനിപ്പോൾ അതൊക്കെ അങ്ങനെ. ഞാൻ പറയട്ടെ, നമുക്കൊരു മനുഷ്യൻ ഒരു ത്യാഗം അവരന് വേണ്ടി ചെയ്യണം. എന്തേ നമുക്ക് സംഭവം വലിയ വേദന ഉണ്ടെങ്കിൽ അത് ചെയ്തല്ലോ. കർത്താവ് കുരിശിൽ കിടന്ന് മരിച്ചപ്പോൾ
ഈ ലോകത്തിലെല്ലാവർക്കും അതിൻ്റെ സന്തോഷം കിട്ടില്ലേ? അതുപോലെ ക്രിസ്തുവിനെ നമ്മൾ അനുഗമിക്കുന്നുണ്ടെങ്കിൽ അവരർക്ക് വേണ്ടി നമ്മൾ സഹിക്കണമെന്ന്. ഇത് നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും കാണാൻ മാത്രം നോക്കുന്നൊരു മനസ്സുള്ള മനുഷ്യരാകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ചിട്ട് അവരെ കുറ്റം വിധിച്ചിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്നതാണോ നല്ലത്? മറ്റുള്ളവരുടെ നന്മകളും നേട്ടങ്ങളും കണ്ടുപിടിച്ചിട്ട് അത് പറഞ്ഞിട്ട് സന്തോഷം കിട്ടുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവൻ്റെ ആത്മീയതയിൽ വരേണ്ട ഒരു കാര്യം, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് നല്ലതാണ്, അത് ത്യാഗമാണ്, സാക്ഷ്യമാണെങ്കിൽ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അഭിയുന്ന പിതാവ് എന്നെ വിളിക്കുന്നതും ആ കാര്യത്തിൽ ഇടപെടുന്നതും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞു, ഓരോ കാര്യങ്ങൾക്കും ദൈവം ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മളെ മറന്നാൽ, അതായത് ഞാൻ മരിച്ചാൽ പിന്നെ ഭയങ്കര സുഖം. ഇത് കാലത്ത് എഴുന്നേറ്റ് രാത്രിയാണ് വരെ ഞാൻ 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 സമ്പാദിച്ചു, ഞാൻ ഇത് അവസാനം ഞാനവിടെ പോകും. അതെ, അതെ. തമാശനാണെങ്കിലും ഞങ്ങൾ ഓർക്കാറുണ്ട് ഐസിയുവിൻ്റെ ഡെഫിനിഷൻ ലോകത്തിന് പറഞ്ഞു കൊടുത്ത ഒരു വൈദികനാണ് അച്ഛനെ ഞങ്ങൾ എപ്പോഴും തമാശയോടെ ഓർക്കാറുണ്ട്. ഐസിയുവിന് ഇങ്ങനെ ഇത്ര അർത്ഥമുണ്ടെന്ന് ഞങ്ങളൊക്കെ ഇപ്പോഴും അറിയുന്നത്. ചില മനുഷ്യരെയൊക്കെ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ രാത്രി കിടന്നുറക്കുമ്പോൾ അച്ഛൻ്റെ ഐസിയു കേട്ടിട്ടാണ് കിടന്നുറക്കുന്നത്. ഞാൻ ഒരു ചേട്ടാ എന്താ പ്രശ്നം? അല്ല, അത് കേട്ടിട്ട് ഉറക്കുമ്പോൾ നല്ല സമാധാനമുണ്ട്. സത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ജീവിതത്തിലെ ഈ ക്ലേശങ്ങൾ കഷ്ടപ്പെട്ട് എന്നെ കേൾക്കണം. ഐസിയിൽ കിടന്ന ആൾക്കാരുണ്ടല്ലോ, ഒപ്പം കേൾക്കണവരുണ്ടല്ലോ, അവരൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെയൊക്കെ കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വല്ല ഈ ടെസ്റ്റർ കൊണ്ടൊന്ന് കുത്തി കഴിഞ്ഞാലുണ്ടല്ലോ ആത്മീയതയുടെ ബൾബ് കത്തിപ്പൊട്ടി പോകും. അത്ര പവറാ. കാരണം ആ സമയത്ത് സ്വർഗീയ ചിന്ത കൊണ്ടല്ലേ നിറഞ്ഞിട്ട് കിടക്കണത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ ഇങ്ങനത്തെ വേദനയും ഐസിയു ഒക്കെ വരുമ്പോൾ മാത്രമേ ഇത് ഉണ്ടാവാൻ പാടുള്ളൂ? ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ പരിപാലന വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. ഈയിടെ ഒരു ശുശ്രൂഷയിൽ ഞാനൊരു ടോക്ക് കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു, മനുഷ്യന് മരുഭൂമിയിൽ വെള്ളം അത്ഭുതകരമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ, എന്നും ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടുന്നതുകൊണ്ട് ആർക്കും മനസ്സിലാകുന്നില്ല അതിൻ്റെ അത്ഭുതമായിട്ട്. ഞാനിപ്പോൾ ഇപ്പം അടുത്ത ഒരു സുഹൃത്ത് വിളിച്ചു, സഹോദര നിനക്ക് ക്യാൻസർ വന്ന് മാറിയതാണോ രോഗശാന്തി? ക്യാൻസർ വരാത്ത ഡേവിസ് ചെറുമലച്ചനാണോ ദൈവത്തോട് കൂടുതൽ നന്ദി പറയണ്ടേ? ഞാനല്ലേ പറയണ്ടേ? നിനക്ക് ക്യാൻസർ ഒന്ന് കഷ്ടപ്പാടും കുറെ കീമോ ഒക്കെ കഴിച്ചിട്ട് നിന്റെ രോഗങ്ങൾ മാറി. എനിക്കതൊന്നും വന്നിട്ടില്ലേ? നിന്നേക്കാൾ കൂടുതലും നന്ദി പറയേണ്ടത് ഞാനാണ്. ആ ഒരു ബോധ്യം മനുഷ്യനിലേക്ക് അതാണ്. അപ്പൊ ആത്മീയത എന്ന് പറയുന്നത് അനുദിനം ദൈവത്തോട് പരിപാലനയാ, ദൈവത്തിന്റെ പരിപാലന ചെറിയ കാര്യത്തിൽ കാണാനുള്ള അത് അങ്ങനെ ഒരു ട്വിസ്റ്റ് നമ്മുടെ ആത്മീയതയ്ക്ക് വരണം. മാത്രമല്ല നമ്മൾ വലുതാകാനുള്ള ആഗ്രഹം കുറഞ്ഞിട്ട് ഞാൻ ചെറുതാകണം, അവൻ വലുതാകണം. ഈ മനസ്ഥിതിയിലേക്ക് വരണം നമ്മൾ. അച്ഛൻ്റെ തുടർ പ്രവർത്തനങ്ങളെ ഒന്ന് പറയാം അച്ഛാ. ഇപ്പോൾ ഏതെല്ലാം രാജ്യത്ത് അച്ഛൻ ഇതിനു വേണ്ടി അച്ഛനെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്? എവിടെയൊക്കെ പോയി? ധാരാളം രാജ്യങ്ങളിൽ. ഇപ്പോൾ ഞാനിപ്പോൾ ന്യൂസിലാൻഡിൽ പോയിരുന്നു, UK പോയിരുന്നു, അമേരിക്കയിൽ പോയിരുന്നു, ഖത്തർ, മസ്കറ്റ്, UAE, അതുപോലെ തന്നെ കുവൈറ്റ്. ഇവിടെ എല്ലാം ഈ മെസ്സേജ് എത്തിക്കാൻ വേണ്ടി ആൾക്കാർ. ഞാൻ റിട്രീറ്റുകൾക്കാണ് അധികം പോകുന്നത്. ഓക്കെ, ധ്യാനങ്ങൾക്ക് പോകുന്നു. ഈ അവയവദാനത്തെക്കുറിച്ച് അവിടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് പറയുന്നു. അവയവദാനം എന്ന് പറയുന്നൊരു വാക്കല്ല ഞാൻ ഉപയോഗിക്കുന്നത്. മനുഷ്യ നന്മ, യേശുവിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന നന്മയുടെ സമഗ്ര ഒരു ആവിഷ്കാരമാണ് അവയവദാനം. അതല്ലാണ്ട് എല്ലാവരും കിഡ്നി കൊടുക്കണം അതൊന്നും ഞാൻ പറയണില്ല. യേശു ക്രിസ്തു ചെയ്തത് വിശുദ്ധ ബലിയിൽ ദിസ് ഈസ് മൈ ബോഡി നിനക്ക് തരണു, അതായത് ദിസ് ഈസ് മൈ കിഡ്നി എന്ന് പറഞ്ഞില്ല. ഈ ബോഡിയിൽ കിഡ്നി ഉണ്ടല്ലോ. അപ്പോൾ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഇത് കർത്താവിൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തിൽ കിഡ്നി ഉണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ മുറിച്ചു കൊടുക്കപ്പെടാൻ വേദനിക്കാൻ തയ്യാറാവണം. ആത്മീയതയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ഏത് മനുഷ്യനും വേദനിക്കാൻ തയ്യാറാവണം. ആ വേദനയുടെ സന്തോഷമാണ്. ഒരമ്മ ഒരു കുട്ടീനെ പ്രസവിക്കുമ്പോൾ മാരകമായ വേദന സഹിച്ചിട്ട് പ്രസവിക്കണം അമ്മമാരുണ്ട്. പക്ഷെ ആ വേദന ബൈബിൾ എന്താ പറയുന്നത്? ആ സ്ത്രീ സന്തോഷത്തോടു കൂടെയാണ് ഓർക്കണമെന്ന്. അപ്പം എന്നോട് ചോദിച്ചില്ലേ, കിഡ്നി കൊടുക്കുന്ന സമയത്ത് വേദന ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം 2 ദിവസത്തേക്ക് ഭയങ്കര പെയിനാണ്. അതുണ്ടാവല്ലോ, ശരീരം മുറിച്ചതിൻ്റെ വേദന ഉണ്ടാവല്ലോ. ആയിക്കോട്ടെ, ആ വേദന ഇപ്പം ഞാൻ സന്തോഷത്തോടു കൂടി ഓർക്കണേന്ന്. ഇനി നമ്മൾ മരിച്ചു പോണൊരു സമയമുള്ളൂ. ആ വേദന നമുക്കിപ്പോഴും തന്നെ മനസ്സിലായി. കാരണം ബോധമൊക്കെ ആദ്യമായിട്ട് പോയത് അപ്പോഴാണ്. അതുവരെ നമ്മുടെ ബോധം ആശുപത്രിയിൽ ഞാൻ പോയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ICU പോകേണ്ട സമയം എത്തിയപ്പോൾ അതും ICU ആണല്ലോ. അപ്പോൾ അതിന് കൊണ്ടുപോകേണ്ട സമയം ഇപ്പം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇഞ്ചക്ഷൻ തന്നിട്ടു.
അപ്പോൾ സ്ട്രക്ചറിൽ കയറി കിടക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ നടന്നു വരാം, എനിക്ക് രോഗമൊന്നുമില്ലല്ലോ. ഇല്ല അച്ഛാ, കയറി കിടക്കണം അച്ഛാന്ന് പറഞ്ഞു. അല്ല ഞാൻ നടന്നു വരാടോ, ഒരു പച്ച ഉടുപ്പ്, അത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഈ പച്ച ഉടുപ്പ് മനസ്സിലായി, ചിലപ്പോൾ നീണ്ട ഉടുപ്പുണ്ട്, പല ഹോസ്പിറ്റലിലെ കളർ അനുസരിച്ച് മാറൂട്ടാ. അത് ഇടുമ്പോൾ പിന്നെ അതിൽ ഒരു അടിയിൽ ഒരു വസ്ത്രം പോലും ഇടിപ്പിക്കില്ല അവർ. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക മൂഡിലായിട്ട് മാറൂട്ടാ. ആ മൂഡാണ് ഞാൻ പറയുക, ഒരു ഭയങ്കര സമർപ്പണത്തിൻ്റെ പാട്ട് പാടാൻ പറ്റിയ സമയമാണ് ഈ പച്ചുടുപ്പ്. സമർപ്പണത്തിൻ സമയമായി, ഏത് തിയേറ്ററിലേക്ക് കയറാൻ പോണെന്ന്. ആ പോണ നേരത്ത് നമ്മുടെ മനസ്സിൽ എന്താണെന്നറിയാം, ഡോക്ടർ പറയണ എല്ലാ കാര്യങ്ങൾക്കും, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നീ യെസ് പറയണ സമയമല്ലേ. അപ്പോൾ നീ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൻ്റെ ബോധം ഇപ്പം മറയ്ക്കാൻ പോവാണ്. നമ്മൾ അവിടെ കിടക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പക്കലേക്ക് എല്ലാം സമർപ്പിക്കാൻ നമ്മൾ അതുപോലെ ജീവിക്കണം. നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, നേരത്തെ ലിസി പറഞ്ഞതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ പറ്റണം. നമുക്ക് വേദന ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും അത് വരുന്ന ഒരു ഉറവിടമുണ്ട് എന്ന് മനസ്സിലാക്കണം. അവൻ നമ്മൾ അടിക്കുന്നവനല്ല. ദുഃഖത്തിൻ്റെ പാനപാത്രം എൻ്റെ കയ്യിൽ തന്നാലും സന്തോഷത്തോടെ ഹല്ലേലൂയ പറ. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യർ ആരും ഇവിടെ ഇല്ലല്ലോ. നമ്മളൊക്കെ ഒരു പ്രവാസികളാണ്. ഇപ്പം ഞാനിവിടെ പ്രവാസ ലോകത്തിരുന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ പ്രവാസികളാണ്. ഈ രാജ്യം നമ്മുടെ രാജ്യമല്ല. ഇത് കർത്താവ് പറഞ്ഞാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമല്ലെന്ന് കർത്താവിനില്ല. പിന്നെ നമ്മുടെ രാജ്യം, ഈ രാജ്യം നമ്മുടെ ആണോ? അല്ല. അപ്പോൾ ഇത് കടന്നു പോകുന്നതിന് മുമ്പ് സമ്പാദിക്കണം. ചുരുങ്ങിയ സമയം കൊണ്ടോ നിസാര ചോദ്യങ്ങൾ കൊണ്ടോ ഒന്നും തീരുന്നതല്ല ഡേവിസ് അച്ഛൻ്റെ ജീവിതം. നമുക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ്റെ അനുഭവങ്ങൾ വളരെ ചുരുക്കിയാണെങ്കിലും നമുക്ക് അടുത്ത ആഴ്ച അച്ഛനെ വീണ്ടും ശ്രവിക്കാം. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.ua@gmail.com